മദർ എലീശയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്ന പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് ക്രൈസ്തവ വിശ്വാസികൾ. ആ ചടങ്ങിന് ഔദ്യോഗികമായ തുടക്കമായി കഴിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വല്ലാർപാടം ബസലിക്കയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ഇഗ്നേഷ്യസ് ഗോൺസാൽവസ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഇഗ്നേഷ്യസ് ഗോൺസാൽവസ്, ഈ പ്രഖ്യാപനത്തെ അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഏത് തരത്തിലും ആഹ്ലാദദായകമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ നവോത്ഥാന നായികമാരിൽ ഒരാൾ എന്ന് സംശയപരിച്ഛേദിയായി വിശേഷിക്കപ്പെടേണ്ട ഒരാൾ, ആ ആളാണ് ധന്യയായ മദർ എലീശുവ. ധീരമായ തീരുമാനങ്ങൾ എടുത്ത് അത് നടപ്പാക്കിയ ധീരയായ ഒരു ഉരുക്ക് വനിത എന്ന് നമുക്ക് മദർ എലീശുവയെ വിശേഷിപ്പിക്കാം. ഇത് അതുകൊണ്ട് തന്നെ സ്ത്രീത്വത്തിൻ്റെ മാതൃത്വത്തിൻ്റെ ഒക്കെ വലിയ ഒരു ആഘോഷ അവസരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ആഘോഷം കേവലം ക്രൈസ്തവരിലോ കത്തോലിക്കരിലോ അല്ലെങ്കിൽ കർമ്മലീത്ത സന്യാസികളിലോ സന്യാസിനികളിലോ മാത്രമായി ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന ഡിസിഷൻ മേക്കിങ്ങിൽ യാതൊരു പങ്കും അനുവദിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു പ്രവാചികയെപ്പോലെ ആ ഒരു കൊക്കൂൺ പൊളിച്ചെറിഞ്ഞ് മദർ എലീശുവ മുന്നോട്ട് വന്നത്. തീർച്ചയായിട്ടും അവർ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ പടിവാതിക്കലെ ഏറ്റവും അവസാന പടിയിൽ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളത് ഏവർക്കും അഭിമാനകരവും ആനന്ദകരവുമായ ഒരു വസ്തുത. ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലടക്കം അത് ഏത് സമയമാണെന്ന് നമുക്കറിയാം. കേരളത്തിന്റെ അന്നത്തെ പ്രത്യേക പരിതസ്ഥിതി അറിയാം, സാമൂഹിക സാഹചര്യം അറിയാം. അപ്പോൾ അക്കാലത്താണ് ഇത്തരം ഒരു ദൗത്യം ഏറ്റെടുക്കുന്നതും പൂർത്തിയാക്കുന്നതുമൊക്കെ. അപ്പോൾ അത് നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൂടിയാണല്ലോ ശ്രീ ഇഗ്നേഷ്യസ് ഗോൺസാൽവസ്. അതെ, തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ നമ്മൾ വളരെ അധികം കേരളം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയമുണ്ടല്ലോ, ഈ കുടുംബശ്രീ എന്ന് പറയുന്നത്. സ്ത്രീകളുടെ വിമോചനത്തിൽ അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള വസ്തുതയ്ക്കാണ് അത് അടിവരയിടുന്നത്. 19-ാം നൂറ്റാണ്ടിൽ തൻ്റെ വിദ്യാർത്ഥിനികളെ കൈത്തൊഴിലുകൾ പഠിപ്പിച്ചുകൊണ്ട് അവരെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചുകൊണ്ട് ധന്യയായ മദർ എലീശുവ നിർവഹിച്ചത് ഈ ദൗത്യമാണ്. അതല്ലെങ്കിൽ അതിൻ്റെ ആദ്യ പടിയാണ് 19-ാം നൂറ്റാണ്ടിൽ ഊനമ്മാവിലും വരാപ്പുഴയിലും ഒക്കെ നാം കാണുന്നത്. അതിൻ്റെ ഒരു പൂക്കാലം ആണ് ഒരുപക്ഷെ ഇന്ന് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ അല്പനേരത്തേക്ക് അല്ലെങ്കിൽ അല്പമണിക്കൂറുകളിലേക്ക് നമ്മുടെ വല്ലാർപാടം ദേശീയ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ചത്വരം വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ചത്വരത്തിൻ്റെ ഒരു പതിപ്പായി മാറിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാർമ്മികരെ ബലിവേദിയിലേക്ക് ആനയിച്ചുകൊണ്ടുള്ള ആ പ്രദക്ഷിണം ആരംഭിച്ചു കഴിഞ്ഞു. കേരള ജനതയ്ക്ക്, ക്രൈസ്തവർക്ക്, സ്ത്രീത്വത്തിന് എത്രമാത്രം ആഹ്ലാദകരമാണ് ഈ ശുഭാവസരം എന്നതിന് തെളിവായി ആത്മാവിൽ 1000 പുഷ്പവർഷം, ആരാധനയുടെ പുണ്യവർഷം, ആരാധ്യമാകും ഈ അൾത്താരയിൽ ബലിയർപ്പണത്തിൻ്റെ ആ പുണ്യമുഹൂർത്തം എന്ന പ്രവേശന ഗീതമാണിപ്പോൾ ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. 500-ൽ പരം പുരോഹിതന്മാരും ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള 60-ൽ പരം അഭിവന്യരായ മെത്രാന്മാരും കർദിനാൾമാരും ഉൾപ്പെട്ട കാർമ്മികർ ക്രമേണ ഈ ഗാനത്തിൻ്റെ അകമ്പടിയിൽ അടിവെച്ച് ബലിവേദിയിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലം വരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്ന ചടങ്ങുകളും വിശുദ്ധരുടെ പ്രഖ്യാപനവും മാർപ്പാപ്പ മാത്രം, അതും റോമിൽ വെച്ച് നടത്തിക്കൊണ്ടിരുന്ന
അത്യപൂർവമായ തിരുക്കർമ്മങ്ങളാണ്. അത് വിശുദ്ധൻ്റെയോ അല്ല ഈ വാഴ്ത്തപ്പെട്ടവരുടെ പ്രദേശമേതോ അവിടെ വെച്ച് നടത്താവുന്നതാണ് എന്ന് തീരുമാനിക്കപ്പെട്ടിട്ട് അധികകാലമായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് വല്ലാർപാടത്ത് വെച്ച് കൊച്ചി നഗരത്തിൽ വെച്ച് ഈ വലിയ മഹാസംഭവം സംഘടിപ്പിക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.